തെലങ്കാനയിലും വലിയ അട്ടിമറിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ബി.ജെ.പി. ഏതാണ്ട് തിരുവനന്തപുരത്ത് ബി.ജെ.പി. നടത്തിയ മുന്നേറ്റത്തിന് സമാനമായിട്ടാണ് കരിംനഗർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി.ജെ.പി. നേടിയ ഉജ്ജ്വല വിജയത്തെ കണക്കാക്കുന്നത്. കേന്ദ്രമന്ത്രിയും കരിംനഗർ എം.പിയുമായ ബണ്ടി സഞ്ജയ് കുമാർ ചരിത്രപരമെന്നാണ് കോർപ്പറേഷൻ വിജയത്തെ വിശേഷിപ്പിച്ചത്. കൂടാതെ പാർട്ടിയുടെ അടുത്ത ലക്ഷ്യം ഹൈദരാബാദ് ആണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. തെലങ്കാനയിൽ ആദ്യമായി ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ കാവ്യ പതാക ഉയർത്താനായത് രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ്. തെലങ്കാനയിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആദ്യമായാണ് ബി.ജെ.പി. അധികാരം പിടിക്കുന്നതെന്നും ഈ വിജയം പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെന്നും കരിംനഗറിന് പിന്നാലെ ഹൈദരാബാദിലും ബി.ജെ.പി. അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സഞ്ജയ് കുമാർ. കോൺഗ്രസും ബി.ആർ.എസും AIMIM-ഉം ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ രഹസ്യധാരണയുണ്ടാക്കി. വോട്ടർമാർക്ക് വൻതോതിൽ പണം നൽകിയിട്ടും പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനകൾ കരിംനഗറിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോദി സർക്കാരിന്റെ വികസന നയങ്ങൾക്കുള്ള അംഗീകാരമായാണ് ജനങ്ങൾ ബി.ജെ.പിയെ തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടെ കരിംനഗറിന്റെ വികസനത്തിനായി കേന്ദ്രം 1500 കോടി രൂപ ചെലവഴിച്ച കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും അസദുദ്ദീൻ ഒവൈസിക്കുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി പ്രതികരിച്ചത്. ഒവൈസിയെ പ്രീതിപ്പെടുത്താനായി ഹൈദരാബാദ് നഗരസഭയെ വിഭജിക്കാനുള്ള തീരുമാനം രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഹൈദരാബാദ്, സൈബരാബാദ്, മൽക്കാജ്ഗിരി കോർപ്പറേഷനുകളിൽ ബി.ജെ.പി. കാവ്യപതാക ഉയർത്തുമെന്നും സഞ്ജയ് പ്രഖ്യാപിച്ചു. കരിംനഗറിലെ 66 അംഗ ഭരണസമിതിയിൽ 30 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി. 5 സ്വതന്ത്രരെ കൂടി ഒപ്പം കൂട്ടിയതോടെ തങ്ങളുടെ ശക്തി 35 ഉയർത്തി. തെരഞ്ഞെടുക്കപ്പെട്ട 66 അംഗങ്ങളും 3 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉൾപ്പെടെ കോർപ്പറേഷന്റെ ആകെ അംഗബലം 69 മേയർ സ്ഥാനത്തേക്ക് കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ 35 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത് എന്നത് പരിഗണിക്കുമ്പോൾ ബി.ജെ.പി. ഇപ്പോൾ പേടിക്കേണ്ടതില്ല. സ്വതന്ത്രയായി തെരഞ്ഞെടുക്കപ്പെട്ട തെല്ല ലക്ഷ്മി, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിലെ വിപുല സായി ജ്യോതി, 2 ബി.ജെ.പി. വിമതർ, മറ്റൊരു സ്വതന്ത്രൻ എന്നിവരാണ് പുതുതായി ബി.ജെ.പിയിൽ ചേർന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും പ്രാദേശിക എം.പിയുമായ ബണ്ടി സഞ്ജയ് കുമാർ, സംസ്ഥാന നേതാവ് ഗംഗിഡി മനോഹർ റെഡ്ഡി, മുൻ മേയർ സുനിൽ റാവു എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇവർ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. നിലവിൽ എം.പി. ബണ്ടി സഞ്ജയ്, ബി.ആർ.എസിലെ എം.എൽ.എ. ഗാംഗുല കമലകർ, കോൺഗ്രസിലെ എം.എൽ.എ. കൗവമ്പള്ളി സത്യനാരായണ എന്നിവരാണ് കോർപ്പറേഷനിലെ 3 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. എന്നാൽ ഭൂരിപക്ഷം കൂടുതൽ ശക്തമാക്കുന്നതിനായി 2 ബി.ജെ.പി. എം.എൽ.സിമാരെ കൂടി എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി രജിസ്റ്റർ ചെയ്യാൻ പാർട്ടിക്ക് പദ്ധതിയുണ്ട്. തെരഞ്ഞെടുപ്പിൽ 14 സീറ്റുകൾ നേടിയ കോൺഗ്രസും 9 സീറ്റുകൾ ലഭിച്ച ബി.ആർ.എസും ബി.ജെ.പിക്ക് പിന്നിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്വതന്ത്രരും AIFB കോർപ്പറേറ്റർമാരും പാർട്ടിയിൽ ചേരുമെന്ന് ബി.ജെ.പി. വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഫെബ്രുവരി 16 നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെ മേയർ, ഡെപ്യൂട്ടി മേയർ എന്നിവരെ തെരഞ്ഞെടുക്കും. സംസ്ഥാനത്തെ 7 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും 116 മുനിസിപ്പാലിറ്റികളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ കരിംനഗർ, നിസാമാബാദ് എന്നീ കോർപ്പറേഷനുകളിൽ ബി.ജെ.പി. വലിയ മുന്നേറ്റം നടത്തി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. അതേസമയം 1300-ലധികം വാർഡുകൾ നേടി മുനിസിപ്പാലിറ്റികളിൽ കോൺഗ്രസ് ആധിപത്യം തുടരുകയാണ്. ബി.ആർ.എസ് 2ാം സ്ഥാനത്തും ബി.ജെ.പി. 3ാം സ്ഥാനത്തുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.